ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ദർസ് പഠിച്ചു. എത്ര കൊല്ലമാണ് പഠിച്ചു? 18ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്നുള്ള പഠനമൊക്കെ കഴിഞ്ഞ് ബഗ്ദാദിലേക്ക് പോയി. 50 വയസ്സ് വരെ നീണ്ട 33 വർഷം ഇൽമങ്ങ് പഠിച്ചു. തിരിച്ച് ബഗ്ദാദിന്റെ പല പ്രദേശങ്ങളും ചുറ്റിക്കറങ്ങി നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, എങ്ങനെ പ്രബോധനം ചെയ്യാനാണ്? പഠിക്കുന്ന ഓരോ സുന്നത്തും അന്ന് തന്നെ ജീവിതത്തിൽ ശീലമാക്കിയിട്ടുണ്ട്. ഒരൊറ്റ സുന്നത്തും മാറ്റിയിട്ടില്ല. ആ നിലക്ക് ഹുബ്ബ് വെച്ചു. അതുകൊണ്ടാണ് ഉസ്താദായ ഹമ്മാദ് റളിയല്ലാഹുവിന്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. പക്ഷെ ആ പരീക്ഷണങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ് കൊണ്ട് ജയിച്ചുപോയി. ടൈഗ്രീസ് നദിക്ക് മുകളിലുള്ള പാലത്തിലൂടെ വെള്ളിയാഴ്ച നല്ല തണുപ്പുള്ള കാലത്ത് ഷെയ്ഖ് ഹമ്മാദ് ദബ്ബാസ് റളിയല്ലാഹുവിന്റെ കൂടെ ഷെയ്ഖ് ജീലാനി തങ്ങളും മറ്റൊക്കെ നടന്നു പോകുമ്പോ ഉസ്താദ് ഒന്നിങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിനെ എങ്ങനെ പൊക്കിയിട്ട് താഴെയുള്ള നദിയിലേക്ക് അങ്ങിട്ടു. അപ്പൊ ബാക്കിയുള്ള ശിഷ്യന്മാർ കരുതി ഇനി ഏതായാലും ദർസിലേക്ക് വരില്ല, പോയിക്കോളും. പക്ഷെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന് അപ്പോഴും മഹബത്തിലാ. തായോട്ട് പോകുന്ന സമയത്ത് അവരൊക്കെ കേൾക്കുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതു ഗുസ്ലൽ ജുമുഅ. കേട്ടവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്തൊരു മഹബത്താണ്! ഉസ്താദ് സുബൈക്ക് ശേഷം വെള്ളത്തിലേക്ക് നദിയിലേക്ക് ഇങ്ങനെ പിടിച്ചിടുന്ന സമയത്ത് മുണ്ടും മാറ്റി വന്നതല്ല. നല്ല തലയെക്കെട്ടും തൊപ്പിയും ഇങ്ങനെ ധരിച്ചിട്ടുള്ള ശരീരമല്ലേ. ഉസ്താദ് അങ്ങ് പിടിച്ച് തായോട്ടുന്ന സമയത്ത് ഉസ്താദിനോട് വെറുപ്പുണ്ടോ? ഇല്ല. മഹാനവറുകൾ ഒറ്റ ചൊല്ലൽ ചൊല്ലി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതു ഗുസ്ലൽ ജുമുഅ. വെള്ളിയാഴ്ച കുളിക്കണല്ലോ, ഫജ്ർ തന്നെ കുളിക്കലല്ലേ ഉത്തമം, ഞാനങ്ങ് കുളിച്ചു. നിയ്യത്താക്കി. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കഫ് ഇങ്ങനെ, ഒരു കൈ ഇങ്ങനെ മേലോട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇൽമി എഴുതി വെച്ച കുറച്ച് കടലാസുകൾ കയ്യിലുണ്ടത് നനയരുത് എന്ന് കരുതിയിട്ടാണ്. കുളി പൂർണ്ണമാകണമെങ്കിൽ ശരീരം മുഴുവനും വെള്ളം നനയണം, വെള്ളം ഒലിപ്പിക്കണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വലത്തെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് അത് ഉണങ്ങിയപ്പോൾ കടലാസ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ കയ്യും മുക്കി. അങ്ങനെ കുളി പൂർണ്ണമായ ശേഷം മഹാനവറുകൾ പള്ളിയിലേക്ക് വന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ ഹുബ്ബ് കൊണ്ട് എല്ലാ തലങ്ങളിലും ജയിക്കുകയാണ്. സുന്നത്തിനോടുള്ള വലിയ സൗന്ദര്യം കൊണ്ട് ജയിക്കുകയാണ്. 33 കൊല്ലം ഇൽമങ്ങ് പഠിച്ചിട്ട് ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും എന്ന വലിയൊരു വിഷമം മനസ്സിൽ വന്നപ്പോ നേരെ മുന്നിൽ വരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുന്നു, ഷെയ്ഖ് ജീലാനി തങ്ങളോട്, പേരക്കുട്ടിയോട് പറയുന്നു, മനാമിലല്ല യഖ്ലത്തൻ, ഉണർവിലാണ്. ഇന്ന് ളുഹ്റിന് ശേഷം ഈ ഷൗനിസിയ പള്ളി ജനനിമിടമാകും. നിങ്ങൾ വാ തുറക്കൂ, ഒന്നും പേടിക്കേണ്ടതില്ല, വാള് പറഞ്ഞു കൊടുക്കണം. വാ തുറക്കാൻ പറഞ്ഞു. ഫതഫല ഫീഹി 7 മറാത്ത്, 7 പ്രാവശ്യം ഉമിനീരങ്ങ് പകർന്നു കൊടുത്തു. ഈ മാധ്യമങ്ങളോ ഉപകരണങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്ത് ഷെയ്ഖ് ജീലാനി തങ്ങളെ ചെറിയ സദസ്സ് 10,000 ആളുകളാണ്. വലിയ സദസ്സിൽ 70,000. നമ്മളാ പറയുന്ന 900 കണക്കല്ല, കറക്റ്റ് കണക്കാണ്. അത്രയും ആളുകളിലേക്ക് വീശാനുള്ള ശബ്ദ സൗന്ദര്യം എവിടുന്നാ കിട്ടിയത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീരാണ്. അതല്ലേ മുഹിദ്ദീൻ മാലയിൽ നമ്മളൊക്കെ പാടുന്നത്, നമ്മളൊക്കെ പറയാറുള്ളത്, ഭേദം വിളങ്കി ഫറവാൻ മടി ചാരെ ഭേദാംബറവറിവായിൽ തുപ്പി കൊടുത്തോവർ. മുഴുവൻ കിതാബുകളും മോദി ഹിഫ്ലാക്കി. അത് പറയാനുള്ള ഖൗഫ് വന്നപ്പോ സഹായത്തിനെത്തുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നീണ്ട 40 കൊല്ലത്തെ വഅളാണ്. ഒരൊറ്റ വഅള് കഴിയുമ്പോഴേക്ക് 10,000 ആളുകൾ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. 10,000 ആളുകൾ വന്ന് തൗബ ചെയ്യുകയാണ്. 2 or 3 ജനാസ സദസ്സിൽ നിന്നെടുക്കുകയാണ്. വഅള് കേട്ടിട്ട് തൗബയിലായി മരിച്ചവരാണ്. അതുകൊണ്ട് ഞാനൊരു സൂചനക്ക് പറഞ്ഞതാണ്, കൊടുത്താൽ നഷ്ടമാകാത്ത രൂപത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന സ്നേഹമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം.